ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് c4cooking. ഇന്ന് നമുക്ക് 2 kg റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ട ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെക്കാം. ചെറു ചൂടുള്ള 1 കപ്പ് പാലിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. 2 kg കേക്കിന് വേണ്ടിയിട്ട് 10 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടീന് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഭാഗത്തേക്ക് ആദ്യം തന്നെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിന് മുകളിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സീവ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2-3 പ്രാവശ്യമൊക്കെ സീവ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി 2-3 പ്രാവശ്യമൊക്കെ സീവ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിലാണ് 1/2 കപ്പ്, പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്ത് അതൊന്ന് മിക്സ് ആയാൽ അടുത്ത കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലെ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്താൽ ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ മിൽക്കിലേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കളർ കുറവാണെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചില ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സാവധാനം വേണം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇതിൽ പൊങ്ങി വന്നിട്ടുള്ള ആ എഗ്ഗിൻ്റെ മിക്സ് അതുപോലെ അങ്ങ് താഴ്ന്നു പോകും. ഇനി ഇതൊന്ന് മിക്സ് ആയാൽ അടുത്ത കുറച്ചും കൂടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ റെഡി ആയിട്ടുള്ള ബാറ്റർ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബാറ്ററിയുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കേക്ക് ടീന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രിയിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലല്ലാതെ കുക്കറിലും നമുക്കിതുപോലെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വെയിറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് തട്ട് വെച്ചിട്ട് 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ക്രീം റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 2.25 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് പിന്നെ സ്പീഡ് കൂട്ടിക്കൊടുത്ത് ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് സ്റ്റിഫായിട്ട് തന്നെ ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് ക്രീം ബീറ്റായിട്ട് കിട്ടും. അപ്പോൾ കേക്ക് ഫ്രോസ്റ്റിങ്ങിനുള്ള ക്രീം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ 40 മിനിറ്റിന് ശേഷം നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു വയറാക്കിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലുള്ള ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. കേക്കിന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ ചൂട് പോയതിന് ശേഷം ഇതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് കേക്ക് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് ഷുഗർ സിറപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഷുഗർ സിറപ്പോട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയറിനെ നമുക്ക് ക്രീം കൊണ്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ കുറച്ച് ക്രീമാക്കി കൊടുത്ത് ഒരു നൈഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് വെറ്റായി കിട്ടണം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കും ആദ്യം ചെയ്ത പോലെ തന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ലെയറിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള ലെയറാണ് നമ്മൾ കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ കേക്കിന് ക്രീം കൊണ്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിനെ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. 1/2 മണിക്കൂറിന് ശേഷം കേക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ബാക്കിയുള്ള ക്രീം കൊണ്ട് നന്നായിട്ടൊന്ന് കേക്കിനെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി അതിലേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്കിൻ്റെ സൈഡ്സൊക്കെ ഇതുപോലൊരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗനാഷിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്ത് കേക്കിൻ്റെ സൈഡ്സിൽ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കേക്കിൻ്റെ 4 സൈഡ്സിലും ഡ്രിപ്പ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നെയിം എഴുതുന്ന ഭാഗത്ത് ഒരു അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ഗനാഷ് കൊണ്ട് കംപ്ലീറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. കേക്കിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ അടപ്പ് എടുത്ത് മാറ്റാം. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീമാക്കി എടുത്തിട്ട് റോസറ്റ നോസിൽ വെച്ചിട്ട് സൈഡ്സിൽ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെയിം എഴുതാൻ വെച്ചിട്ടുള്ള നടുക്കും അതുപോലെ തന്നെ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൽ നെയിം എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡിൽ 3 റോസ് ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോസ് ഫ്ലവേഴ്സിന് ലീഫ് വരച്ച് കൊടുക്കാം. ഇനി
നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിലുള്ള ഡിസൈൻസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.